നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ആകട്ടെ ഇന്ത്യയുടെ ബിസിനസ് നടത്തുന്ന സംരംഭകനാണോ? ഒരു പരിധിക്കപ്പുറത്ത് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ബിസിനസ് എൻറ്റയർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ബിസിനസിന്റെ ഓപ്പറേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഫിക്സ് ചെയ്യേണ്ടത്? ഏത് തരത്തിലാണ് നിങ്ങളുടെ ബിസിനസിന്റെ ലീഗൽ ആസ്പെക്ട്സ്, അതായത് രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം നടത്തി മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്? ഏത് തരത്തിലാണ് നിങ്ങളുടെ ഫണ്ട് മാനേജ്മെന്റ്, അതായത് ഫണ്ടിന് കറക്റ്റായിട്ട് ബില്ല് ചെയ്യുന്ന സംരംഭത്തിലകത്തേക്ക് കൊണ്ടുവരുന്നതും നിങ്ങളുടെ ബിസിനസ്സിന് അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് അക്കൗണ്ടബിലിറ്റി ആക്കുന്നതും? ഏത് തരത്തിലാണ് ഫണ്ട് റോൾ ചെയ്യുന്നത്? നൂതനമായിട്ടുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ശൈലി പോസ്റ്റ് ചെയ്ത് വർക്കുകളൊക്കെ വെച്ച് ഏത് തരത്തിലാണ് പ്രൊജക്ടിനെ മാനേജ് ചെയ്യേണ്ടത്? ഏത് സിസ്റ്റമാണ് ബിസിനസിന്റെ ഡെവലപ്മെന്റ്സിലേക്ക് കൊണ്ടുപോകുന്നത്? ഏത് തരത്തിലാണ് കസ്റ്റമേഴ്സിനെ കസ്റ്റമർ കെയർ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും? ഒപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് കരുതുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നിങ്ങളുടെ ബിസിനസ് ഒരു ശൈശവകാല ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നടക്കുന്ന ഒരു സംരംഭം ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ബിസിനസിന്റെ സ്ട്രക്ചർ എങ്ങനെ ഫിക്സ് ചെയ്യണം, ഏതൊക്കെ പൊസിഷൻസ് ആണ് നമ്മുടെ ബിസിനസ്സിൽ മിനിമം ഉണ്ടാവുന്നതൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാനും പഠിക്കാനും കൺസ്ട്രക്ഷൻ മാനേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.